പി വി അൻവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇദ്ദേഹം അല്പസമയത്തിനകം സ്പീക്കർ എ എൻ ഷംസീറിനെ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മിക്കവാറും അദ്ദേഹം സ്പീക്കറെ കാണുന്നതിന് രാജി സമർപ്പിക്കാനാണ് എന്ന രീതിയിലുള്ള വാർത്തയാണ്. രാജി സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ സാധ്യത. അതുവരെ മൗനം പാലിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്ന് മനസ്സിലാകുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ ആദ്യം രാജി സമർപ്പിച്ച് സ്വതന്ത്രനാകാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം എനിക്ക് തോന്നുന്നു നിയമസഭയിലേക്ക് സ്പീക്കറുടെ വസതിക്ക് അടുത്തേക്ക് നീങ്ങുന്നു എന്നാണ്. ഇപ്പോൾ ഷബീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷബീദ്, എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര? അൻവർ ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിലേക്കാണ് പോയിരിക്കുന്നത്. സ്പീക്കറെ കാണാൻ അദ്ദേഹം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കാം, എല്ലാം സസ്പെൻസ് ആയിരിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തും. അവിടെ സ്പീക്കറെ കാണും. 9:30 സമയം നീട്ടി നൽകി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ അൻവറിന്റെ പൊളിറ്റിക്കൽ ഡ്രാമ അവസാന നിമിഷവും തുടരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ പി വി അൻവർ സ്പീക്കറെ കാണുമ്പോൾ നിയമസഭാംഗത്തിൽ നിന്ന് രാജി സമർപ്പിക്കുമോ എന്നുള്ളതാണ് അതിനിർണായകമായിട്ടുള്ള ചോദ്യം. ആ രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് ക്ലൈമാക്സ് ആകാൻ പോകുന്നു. ആ രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് ഒരെൻഡുണ്ടാകാൻ പോകുന്നു. പി വി അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ സ്പീക്കർ എൻ ഷംസീറിനെ കാണും. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജി തന്നെയാണ്. അങ്ങനെ രാജി കൊടുക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി അൻവർ കേരളത്തിൽ മത്സരിക്കും, നിലമ്പൂരിൽ മത്സരിക്കും. അങ്ങനെ മത്സരിക്കുമ്പോൾ UDFന്റെ സാധ്യത CPM സ്വാഭാവികമായും മുന്നിൽ കാണുന്ന ഒരു ചലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അൻവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം തേടി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രതികരിക്കാനില്ല, എല്ലാം വാർത്താ സമ്മേളനത്തിൽ പറയാം, സ്പീക്കറെ കാണട്ടെ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ DMKയുടെ ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളൊക്കെയുണ്ട്. അവരോടൊപ്പമാണ് അദ്ദേഹം MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോയത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ നമുക്കെടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ അൻവർ പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഈ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഈ മൊമെന്റ് വരെയുള്ള എല്ലാ സമയവും നാടകീയമാണ്. നാടകീയമായ സംഭവ വികാസങ്ങൾക്ക് പി വി അൻവർ ഇപ്പോഴും ഇങ്ങനെ വെടിമരുന്നിട്ടുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കം? അത് രാജ്യം നേതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. മുന്നണിക്കുള്ളിൽ അദ്ദേഹം പോരാട്ടം തുടങ്ങുന്നു. ശേഷം മുഖ്യമന്ത്രിയോടക്കം പരസ്യമായ ഏറ്റുമുട്ടൽ, സർക്കാരിനെ വിമർശിക്കൽ, സർക്കാർ സംവിധാനങ്ങളെ വിമർശിക്കൽ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തുന്നത് ജയിൽവാസത്തിലാണ്. അതിനുശേഷം അദ്ദേഹം കൊൽക്കത്തയിൽ പോയി ദീദിയെ കണ്ടു. ദീദി ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുവെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് MLA സ്ഥാനം രാജിവെച്ച് ഈ മത്സരിക്കുക, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക, അതൊക്കെയാണോ പി വി അൻവറിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് അല്പസമയത്തുള്ളിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സ്കൈൻ ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്പീക്കറെ കണ്ടതിന് ശേഷം പി വി അൻവർ MLA മാധ്യമങ്ങളെ കാണും. മിക്കവാറും അദ്ദേഹം പി വി അൻവർ മാത്രമായി മാറും. ഇപ്പോൾ സലീം അലി കൂടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം നിയമസഭാ മന്ദിരത്തിന് അകത്ത് കയറി കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. പി വി അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ സ്പീക്കറെ കാണുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. സലീം മാലിക് ചേരുന്നു. സലീം, നിയമസഭാ മന്ദിരത്തിനുള്ളിലുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പറയൂ സലീം. 10 മിനിറ്റിൽ അറിയാലോ. അത് നോക്കട്ടെ, സ്പീക്കറെ കാണട്ടെന്ന്. അവസാന നിമിഷം വരെ നാടകീയത നിലനിർത്താൻ വേണ്ടിയാണോ ഇങ്ങനെ? SKN പി വി അൻവർ MLA അവസാന നിമിഷം വരെയും ആ സസ്പെൻസ് നിലനിർത്തുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമസഭാ കവാടത്തിലേക്ക് എത്തിയ പി വി അൻവറിനോട് മാധ്യമങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, രാജി പ്പോൾ സസ്പെൻസ് എന്തായാലും ഇത്രയും നേരം തുടർന്നില്ല, ഇനിയും ആ സസ്പെൻസ് തുടരട്ടെ എന്നുള്ളതാണ് പി വി അൻവർ സ്വീകരിച്ച നിലപാട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പി വി അൻവർ കഴിഞ്ഞ 12 മണിക്കൂറിലധികമായി നിലനിർത്തിയ സസ്പെൻസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും നിലവിൽ രാജി തന്നെ എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം പി വി അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാകും. എന്തുകൊണ്ട് താൻ രാജിവെച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പി വി അൻവറിന് വിശദീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ എന്തിനിന്ന് സ്പീക്കറെ കണ്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അല്പസമയം
അല്പസമയത്തിനകം തന്നെ നിലവിൽ PV അൻവറിന് വിശദീകരിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ശരി, ഇപ്പോൾ ഈ സ്പീക്കർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ആ സമയം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തൽക്കാലം സംസാരിക്കാനില്ല എന്നുള്ളതാണ് PV അൻവർ സ്വീകരിച്ച നിലപാട്. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട കാര്യം PV അൻവറിന് നിയമസഭാംഗത്വം രാജിവെക്കാൻ നിർബന്ധിതമാകേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. അത് ഒരുപക്ഷെ PV അൻവർ തന്നെ ആദ്യം ഈ തൃണമൂൽ മറ്റൊരു പാർട്ടിയിലേക്ക് സ്വതന്ത്ര MLA എന്ന നിലയിൽ അംഗത്വം എടുത്തപ്പോൾ PV അൻവറിന് മറ്റൊരു മാർഗങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ PV അൻവർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് അംഗത്വം എടുത്താൽ ഒരു സ്വതന്ത്ര MLA ആയി തുടരാം എന്നുള്ളതായിരുന്നു ആദ്യം PV അൻവർ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് ആ കാര്യം അതിന്റെ നിയമ തടസ്സങ്ങളെക്കുറിച്ച് മനസ്സിലായത്. ആ നിയമ തടസ്സത്തിന് തൊട്ടു പിന്നാലെയാണ് PV അൻവർ രാജിയിലേക്ക് എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്തത്. കാരണം അയോഗ്യത വന്നാൽ 6 വർഷത്തേക്കാണ് PV അൻവറിന് മത്സരിക്കാൻ കഴിയാത്തത്. അതായത് 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരു പൂർണ്ണ കാലയളവും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ PV അൻവർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകുന്ന PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് PV അൻവറിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തനാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PV അൻവർ നിലവിൽ ഈ രാഷ്ട്രീയ നാടകങ്ങളൊക്കെയും കഴിഞ്ഞ് 2 മാസത്തിലധികമായി നടത്തിയത്. പക്ഷേ അതിനൊടുവിൽ അതിന്റെ ക്ലൈമാക്സിനൊടുവിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് PV അൻവർ അപ്രസക്തനായാൽ അത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇതിന് സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ അവിടേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ PV അൻവർ ഏത് ടിക്കറ്റിൽ മത്സരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനിടയിൽ PV അൻവറിന്റെ തന്നെ അടുത്ത വൃത്തങ്ങൾ ചിലർ പറയുന്നത് PV അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാംഗത്വം ഓഫർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് രാജി എന്നാണ്. പക്ഷേ നമുക്ക് ആ നിലയിൽ അതങ്ങനെ പറയാൻ കഴിയുകയുമില്ല. കാരണം ഈ രാജ്യസഭാംഗത്വം തൃണമൂൽ കോൺഗ്രസ് സ്വാഭാവികമായി അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കുന്ന ഒന്നല്ല. അതേസമയം നിലവിൽ ഈ UDF-നൊപ്പം ചേർന്നുകൊണ്ട് മത്സരിക്കുമോ, അതല്ല സ്വതന്ത്രനായി മത്സരിക്കുമോ, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതല്ല എങ്ങനെ മത്സരിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമായി മുന്നിലുണ്ട്. പ്രത്യേകിച്ചും UDF-നെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയ പരിക്കുകളില്ലാതെ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അപ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ മത്സരിപ്പിക്കുന്നത് വലിയ ചോദ്യങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറുപടികൾ പലത് പറയേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലൊരു സാഹസത്തിന് UDF മുതിരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല UDF ടിക്കറ്റിൽ PV അൻവർ മത്സരിച്ചാൽ അവിടുത്തെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ അത് എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നൊരു വലിയ പ്രതിസന്ധി UDF-ന്റെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരാൾ അവിടെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലേക്കൊരു സാഹസമൊന്നും കടക്കാനും സാധ്യതയില്ല. എന്തായാലും നിലവിൽ സമയത്തിനകം തന്നെ നമ്മൾ ഈ പറയുന്ന സംസാരത്തിന് അതല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾക്കൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ, ആ വർത്തമാനത്തിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് PV അൻവർ തന്നെ അല്പസമയത്തിനകം തന്നെ വ്യക്തമാക്കും. പക്ഷേ അപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ PV അൻവർ രാജിവെക്കുകയാണെങ്കിൽ അത് എന്തിന് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മറുപടി ആദ്യഘട്ടത്തിൽ PV അൻവർ പറഞ്ഞിരുന്നു. അതായത് ഈ LDF-നെ വെല്ലുവിളിച്ച് മുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും ഒക്കെയും സ്വതന്ത്ര MLA തുടരുമെന്ന് പറഞ്ഞപ്പോഴൊക്കെയും ഈ PV അൻവർ പറഞ്ഞിരുന്നൊരു മറുപടി തന്നെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഒരു ടേം മുഴുവൻ അവരുടെ MLA ആയി താൻ തുടരും എന്നുള്ളതായിരുന്നു PV അൻവർ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട്. പിന്നീട് ആ നിലപാട്, അതായത് MLA സ്ഥാനം നിലനിർത്തുക എന്നുള്ള പരമാവധി ശ്രമങ്ങൾ PV അൻവർ നടത്തിയതാണ്. പിന്നീട് ഈ നിരന്തരമായ വാർത്താ സമ്മേളനങ്ങൾ, അതിന് പിന്നാലെയുള്ള ജയിൽവാസത്തിന് ശേഷം ഇനി UDF-നൊപ്പം പ്രവർത്തനം എന്ന് PV അൻവർ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം UDF നേതാക്കളെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും കാണാനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതുമാണ്. പക്ഷേ ഒരു നേതാക്കന്മാരെ പോലും PV അൻവറിനെ UDF-ൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. ആരും സമയം പോലും അനുവദിച്ചില്ല എന്നുള്ളിടത്താണ് PV അൻവർ കൂടുതൽ പ്രതിരോധത്തിലേക്കായത്, വലിയ പ്രതിസന്ധിയിലേക്കായത്. അതിന് പിന്നാലെ PV അൻവർ സ്വീകരിച്ച നിലപാട് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നപ്പോൾ PV അൻവർ ആദ്യഘട്ടത്തിൽ അത് ആ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. അതിനുശേഷം നാട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് PV അൻവറിന് ഇക്കാര്യത്തിൽ ഒരു ബോധ്യം വന്നതിന് ശേഷം PV അൻവർ പറഞ്ഞത് താൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെയും PV അൻവറിനെ തന്നെ പ്രതിരോധത്തിലാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും PV അൻവർ അക്കൗണ്ട് എടുത്തു, പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു എന്നൊരു വിവരം പുറത്തു വന്നു. ആ വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് PV അൻവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും അടുത്ത ആഴ്ച മുതൽ നിയമസഭ കൂടി ചേരുന്ന പശ്ചാത്തലത്തിൽ PV അൻവർ മറ്റൊരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു എന്ന് ആരുടെയെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ സ്പീക്കർക്ക് അയോഗ്യത കൽപ്പിക്കാം. മാത്രമല്ല അതല്ലാതെ സ്പീക്കർക്ക് സ്വമേധയായും അയോഗ്യതയിലേക്ക് കടക്കുക ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെയുള്ള നിയമതടസ്സം മുന്നിൽ കണ്ടുകൊണ്ടാണ് PV അൻവർ വളരെ വേഗത്തിൽ ഈ അപകടം മണത്തുകൊണ്ട് അപ്രതീക്ഷിതമായൊരു നീക്കം നടത്തിയത്. മാത്രമല്ല PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരുന്നു. അതിനിടെ പ്രിയദർശൻ സുമാരൻ പറയുന്നത് മാപ്പറകൾക്ക് ഒരു പണിയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് അൻവറിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ലെന്നാണ് പ്രിയദർശൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ പ്രിയദർശനൻ, അതോ എന്തെങ്കിലും കക്ഷി രാഷ്ട്രീയം വെച്ച് പറഞ്ഞതാണോ? എനിക്കൊരു ചെറിയ ഡൗട്ട്. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ,
ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ നീക്കത്തിൽ എന്തെങ്കിലും നാടകീയതയുണ്ടോ? എപ്പോഴും രാഷ്ട്രീയ നാടകങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനായി കഴിഞ്ഞ കുറച്ചു കാലമായി PV അൻവർ മാറുകയാണ്. സസ്പെൻസുകളും ത്രില്ലറുകളും ട്വിസ്റ്റുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായിരിക്കുന്നു. SKN അൻവർ തുടക്കമിട്ട പൊളിറ്റിക്കൽ ഡ്രാമ, സസ്പെൻസ്, ത്രില്ലർ അതിന് യഥാർത്ഥത്തിൽ ഇതോടുകൂടിയും സ്പീക്കറെ കണ്ട് രാജി തീരുമാനത്തിലേക്ക് തന്നെയാകും എന്നാണ് ഏറ്റവും ഒടുവിലും ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ പോലും ആ നാടകങ്ങൾക്ക്, അന്തർനാടകങ്ങൾക്കൊന്നും അറുതിയാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അയോഗ്യതാ ഭയം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെയുണ്ട്. നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ എക്സ് അഥവാ ട്വിറ്റർ ഹാൻഡിലിൽ അവർ തന്നെ അൻവറിനെ സ്വീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ അയോഗ്യതാ ഭയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. UDFന് മുന്നിലുള്ള വാതിൽ അദ്ദേഹത്തിന് ഇതുവരെ തുറന്നിട്ടില്ല, അടച്ചിട്ടുമില്ല. ആ പ്രത്യാശ ഇപ്പോഴും അൻവർ കൈവിടുന്നില്ല എന്നതുകൂടി കാണണം. അങ്ങനെ വരുമ്പോൾ രാജിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ UDFന് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ UDF രാഷ്ട്രീയമായി നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും അൻവറിന് മുൻപിൽ വാതിൽ തുറന്നിട്ടുമില്ല, അടച്ചിട്ടുമില്ല, അത്തരം കാര്യങ്ങളൊക്കെ UDF പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോഴും ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് അൻവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അദ്ദേഹം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, UDF പ്രവേശനം അദ്ദേഹം പ്രത്യാശ വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ കരുത്തു തെളിയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. DMKയുടെ പരീക്ഷണമൊക്കെ നടത്തി പല സാധ്യതകൾ തേടി ഒടുവിലാണ് അദ്ദേഹം മമതാ ബാനർജിയെ കാണുകയും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ബംഗാളിലെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാൾ CPM ആണ്. അങ്ങനെ വരുമ്പോൾ CPIM-നെതിരായ LDF-നെതിരായ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്യാമ്പയിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന സ്പീക്കർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സ്പീക്കർ സ്പീക്കർ സഭയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതിന് ശേഷം സ്പീക്കറെ അദ്ദേഹം കാണും. നിയമസഭയിൽ തന്നെയാണ് ആ കൂടിക്കാഴ്ച ഉള്ളത്. അതിനുശേഷം പുറത്തിറങ്ങുകയും പിന്നീട് വാർത്താ സമ്മേളനം അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തത് തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ്. അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലേക്ക് പോവുക. അതേതായാലും ഇനി നമുക്ക് സ്പീക്കർ എന്താ ഒന്നും ചോദിച്ചില്ല, നത്തിങ്. ഞാൻ പതിവ് പോലെ വന്നതാണ്. ഞാൻ സ്ഥിരമായി ഓഫീസിൽ വരുന്ന സമയമാണിത്. അൻവർ സിദ്ദീഖാണായിരിക്കും, അറിയില്ല. ഓക്കെ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അൻവർ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. പക്ഷേ സ്പീക്കറെ കാണാൻ മുൻകൂട്ടി തന്നെ അൻവർ എത്തി. അദ്ദേഹം വന്നതിൽ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. ഔദ്യോഗിക വാഹനം എന്നത് മറച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അക്കാര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായും പിന്നീട് അയോഗ്യതയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമോ പ്രയാസമോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നത് ഭയന്നാകണം അങ്ങനെ അദ്ദേഹം അൻവർ വന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. അത് ഇനി അങ്ങോട്ടേക്ക് വളരെ പ്രധാനപ്പെട്ടതൊന്ന് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ അൻവർ അല്ല പ്രധാനി എന്ന് തെളിയിക്കേണ്ട ഒരു രാഷ്ട്രീയ ആവശ്യം അവിടെയുണ്ട്. സ്വാഭാവികമായും സാധാരണഗതിയിൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ്, അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. സാധാരണഗതിയിൽ ഇനിയിപ്പോൾ ഇത്രയധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ 1.5 വർഷത്തോളം ഉള്ളതുകൊണ്ട് തന്നെ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയിലേക്ക് അടക്കം പോകുന്നു. അങ്ങനെ CPM-നും UDF എന്ത് തീരുമാനമെടുക്കും? അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഇനി അങ്ങോട്ടേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അൻവർ പ്രഖ്യാപിക്കുന്നു എന്നതാണ്. അത് CPM-നും UDF എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ